ഹായ്, നമസ്കാരം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എഡ്യൂസ്പിരൻസ് ക്ലാസ് റൂമിലേക്ക്. ഇന്ന് നിങ്ങൾ ഓൾറെഡി വായിച്ചിരിക്കുന്നത് തന്നെയാണ്. ഒരു പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ധാരാളം പ്രവേശന പരീക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പലതിനും നമ്മൾ പങ്കെടുക്കാറുണ്ട്. പലതിനും നമ്മൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും 11-ാം ക്ലാസ്, 12-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇത്തരം പ്രവേശന പരീക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ചിലരെങ്കിലും ഇനിയും കേട്ടിട്ടുണ്ടെങ്കിലും അതിന് പ്രാധാന്യം കൽപ്പിക്കാത്തവരുമുണ്ട്. അത്രത്തോളം നല്ലൊരു എക്സാമിനേഷനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും അതിനെക്കുറിച്ച് അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എല്ലാവരും കേട്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷകളെ കുറിച്ചിട്ടാണ്. കീമിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ക്യുസാറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അതേപോലെ കേട്ടിട്ടുണ്ടാകുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, മെയിൻ എന്നും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എന്നും കേട്ടിട്ടുണ്ടാകാം. നീറ്റ് എല്ലാവരും വളരെ ഫെമിലിയർ ആണ്. പക്ഷേ ഇപ്പോഴും ചിലരെങ്കിലും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തൊരു എക്സാമിനേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. എക്സാമിനേഷൻ മറ്റൊന്നുമല്ല, CUET എന്ന് പറയുന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് ഈ വർഷമാണ്. കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പേര് CUCET എന്നായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2022 തൊട്ട് അതിന് പേര് മാറ്റി. അപ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ പങ്കെടുക്കുന്ന അതിനു മുമ്പ് എക്സാമിനേഷൻ നടത്തുമ്പോൾ പലർക്കും ഈ എക്സാമിനേഷനെ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ തന്നെയും പലർക്കും അഡ്മിഷൻസ് ഒക്കെ പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും രാജ്യത്തെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ നമ്മുടെ 12-ാം ക്ലാസ് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമല്ല 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്ന ഒരു എക്സാമിനേഷനാണിത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയുക, ഗവൺമെന്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ ഏകദേശം ഒരു 86ഓളം വിവിധ രാജ്യ നിലവാരം പുലർത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പങ്കെടുക്കുന്ന, അതായത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരേ ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ ആണ്. അതാണ് CUET. 2 ലെവലിലുണ്ട്. UG ലെവലുണ്ട്, അതുപോലെ തന്നെ PG ലെവലുണ്ട്. UG ലെവൽ എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷ നടത്തുന്നത്, നീറ്റ് പരീക്ഷ നടത്തുന്ന അതേ ഏജൻസി തന്നെയാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. ഈ പരീക്ഷയുടെ സ്കോർ മാത്രമാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അഡ്മിഷനുള്ള ഏക മാനദണ്ഡമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രാധാന്യം ഇപ്പോൾ പലർക്കും അറിയാം. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലാണെങ്കിൽ കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദിലുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് മാത്രം ആധാരമുണ്ട്. അത് മാത്രമല്ല ഫോറിൻ ലാംഗ്വേജസ് മറ്റതുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്ന പല പ്രമുഖരായിട്ടുള്ള ദേശീയമായിട്ട് അന്തർദേശീയമായിട്ടുള്ള ഒരു പലരൊക്കെ പഠിച്ചിരിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പല കോളേജുകളിലാണ്. അതുപോലെ തന്നെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ 46ഓളം വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്ന അവരുടെ ഒരേ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന CUET എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രായപരിധിയില്ല. നിങ്ങൾക്ക് പ്രായപരിധിയില്ലെങ്കിലും ഇപ്പോൾ 12ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷത്തെ പരീക്ഷ അപ്ലൈ ചെയ്യാം. അതുപോലെ 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്ന ലാഘവമല്ല നിങ്ങൾക്ക് ഒരിക്കലും. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെറുതെ ഒന്ന് ചുമ്മാ പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഭാവി കിട്ടുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ച് നല്ല നല്ല പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകളും നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, അതുപോലെ തന്നെ അത്രയും ഒരു അതിന്റെ നിലവാരം അത്രയും വളരെ ഹൈ ആണ്. ആ നിലവാരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കുമ്പോഴുള്ള. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സാധാരണ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളെ ആധാരമാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷ. അതുപോലെ തന്നെ ഇപ്പൊ JEE എഴുതുക, പിന്നെ KEAM കേരള എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ എഴുതുക. അതൊക്കെ എഴുതുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റുകളുടെ അടിസ്ഥാനമാക്കി. പക്ഷേ CUET എന്ന് പറയുന്ന പരീക്ഷ എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് 4 സെക്ഷൻ ഉണ്ട്. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 1, സെക്ഷൻ
ടു സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കാം. സെക്ഷൻ 1A ഉണ്ട്, സെക്ഷൻ 1B ഉണ്ട്. ഇത് ലാംഗ്വേജ് ബേസ്ഡ് എക്സാമിനേഷൻ. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. അപ്പം സെക്ഷൻ 1A എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 13 ഭാഷകളാണ്. 13 ഭാഷകൾ ഇൻക്ലൂഡിങ് നമ്മുടെ മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള 13 ഭാഷകളാണ്. 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സെക്ഷനാണത്. നമുക്ക് 45 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കേണ്ട എല്ലാം, ഓഫ് കോഴ്സ് എല്ലാ സെക്ഷൻ ആണെങ്കിലും എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, എല്ലാവർക്കും മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ്. സെക്ഷൻ 1B എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ സെക്ഷൻ 1Aയിൽ ഉൾപ്പെടാത്ത മറ്റ് ഭാഷകളാണ് അതിനകത്ത് വരുന്നത്. അതിന് ഇപ്പോൾ സ്പാനിഷ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ സംസ്കൃതമുണ്ട്, കൊങ്കണി ഉണ്ട്, അങ്ങനെ ഒരു 20 ഭാഷകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷനൊക്കെ സെയിം തന്നെയാണ്, ഈ പറയുന്നത് തന്നെ സെയിം ഡ്യൂറേഷൻ ആണ്. അപ്പം നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെക്ഷനിൽ നിന്നും ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്ക് 1 മാർക്കാണ്. അപ്പോൾ 5 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും 200 മാർക്കാണ് ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൻ, അത് മീൻസ് സെക്ഷൻ 2 എന്ന് പറയുന്നത്, ആ സെക്ഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് 27 ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ നമുക്ക് ഉണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് 6 എണ്ണമാണ്. 6 ഡിഫറെന്റ് സബ്ജക്ട്സിനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ, വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യൂണിവേഴ്സിറ്റികളുടെ സെലക്ഷനാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. യൂണിവേഴ്സിറ്റികൾ ഓരോ യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്ട്സ് അതിന് കൊടുത്തിട്ടുണ്ടാകും. സബ്ജക്ട്സ് നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആകാം, അല്ലെങ്കിൽ ലാംഗ്വേജസ് ആവാം, വാട്ടെവർ, അങ്ങനെ ഏതാണ് നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു മെയിൻ ഒരു ഈ എക്സാമിനേഷന് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമുക്ക് വരാവുന്ന അല്പം സമയ ദൈർഘ്യം ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ, ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഈ ഒരു ഇതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് വരേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3 എന്തുകൊണ്ടാണ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്? അതൊരു ജനറൽ ടെസ്റ്റ് ആണ്. ഇൻഫാക്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനേഷൻസിനെയും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള +2 അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും എല്ലാം തന്നെ. പക്ഷെ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് അത് എല്ലാവർക്കും എഴുതണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ആ മേഖലയിൽ വരുന്ന പ്രധാനമായിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് GK വരും, പൊതുവിജ്ഞാനം വരും, അതുപോലെ തന്നെ ആനുകാലികമായിട്ടുള്ള നമ്മൾ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ റീസണിങ് ഉണ്ടാവാം, അതെ, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഉണ്ട്, അങ്ങനെ ഉള്ള മേഖലകളാണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഉത്തരം എഴുതണം. പക്ഷേ യു വിൽ ഹാവ് 75 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ 60 ആകുമ്പോൾ നമുക്ക് 300 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. സോ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ എത്ര മാക്സിമം നമുക്ക് 6 ഭാഷ വരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരാൾ എല്ലാം എടുക്കണമെന്നൊന്നുമില്ല, 9 എണ്ണം എടുക്കാന്ന് വെച്ചാൽ മൊത്തം 9 എടുത്തു കഴിഞ്ഞാൽ 9 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. നമ്മൾ 2 സ്ലോട്ടുകളാണ്, രാവിലെ ഉണ്ടാവും, ഉച്ച കഴിഞ്ഞുണ്ടാവും. ചിലർക്ക് 2 എഴുതേണ്ടി വരാം. അത് നിങ്ങൾ എത്ര സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് 2 എഴുതേണ്ടി വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു 420 മിനിറ്റ് വരെ ഈ പരീക്ഷയുടെ ഡ്യൂറേഷൻ ഉണ്ടാവും അങ്ങനെ ഒരു വ്യക്തിക്ക് വരുമ്പോൾ. എന്ന് വെച്ചാൽ ഒറ്റ സിറ്റിംഗ് അല്ല, 2 ഇതും കൂടി വരുമ്പോഴത്തെ അത്രയും ഡ്യൂറേഷനൊക്കെ വരാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുമാതിരി തന്നെ നിങ്ങൾ ഇപ്പോഴേ അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 11ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, വായനാശീലം വളരെ അനിവാര്യമാണ് ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക്. വായനാശീലം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഏതൊരു എക്സാമിനേഷൻ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരിയാണ്, ഏതൊരു എക്സാമിനേഷൻ നമ്മൾ നല്ലൊരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ലക്ഷ്യമുള്ളവരെല്ലാവരും തന്നെ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കണം. പഠിക്കുമ്പോൾ വളരെ ഏകാഗ്രമായിട്ട്, വളരെ ഭംഗിയായിട്ട്, കൃത്യമായിട്ട് എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി അതിനെ ഉള്ളിലേക്ക് എടുത്ത്, എന്താ പറയുക, സ്വാംശീകരിച്ചെടുത്ത് അതിനെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുന്ന അതിൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ നേരത്തെ തന്നെ പരിശീലനം തുടങ്ങിയാൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാമിനേഷൻ CUET എന്ന് പറയുന്നത് ഒരു അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമിനേഷൻ ആകില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്, ചെയ്യണം. കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പിടിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറയുക. അപ്പോൾ എല്ലാ കുട്ടികളും ഈ പരീക്ഷയ്ക്ക് ഈ വർഷം ഉണ്ടാകും. ഒരുപക്ഷെങ്കിൽ 2 സെഷനിലാകാം. ഇതിനിടയ്ക്ക് ഒരു ചെറിയ
ന്യൂസ് കേട്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട്, അതായത് ഇപ്പം ഈ പറയുന്ന JE പരീക്ഷ വേണ്ട, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ വേണ്ട, ഇതിനെ എല്ലാത്തിനും വേണ്ടി ക്ലബ് ചെയ്തിട്ട് ഒറ്റ പരീക്ഷ CUET എന്ന് പറയുന്ന ഒരൊറ്റ എക്സാമിനേഷൻ മാത്രം നടത്തുക. അങ്ങനെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും എന്താ പറയുക, സ്ഥിരീകരിച്ചിട്ടില്ല. അതൊക്കെ എങ്ങനെയുള്ള സജഷൻസ് മാത്രമാണല്ലോ, അതെങ്ങനെ, പക്ഷെ ചിലപ്പോൾ ആയേക്കാം, നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾ ഏത് ഭാഷ, ഏത് വിഷയമാണോ പഠിക്കുന്നതിൽ അതിൽ പരമാവധി നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കണം. കൃത്യമായിട്ട് ഒരു എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ ഇല്ലാതെ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പഠിക്കുക. സോ ഇനി ഈ വർഷം, അതായത് 2024 അതുപോലെ 2023, ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് CUET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. എഴുതുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. സാധ്യതകളെല്ലാം ഉള്ളതാണ്. നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല കുട്ടികളായിട്ട്, നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് എല്ലാവരും വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.